ഹലോ ആൻഡ് വെൽക്കം ടു പെറ്റ്സിലിഷ്യസ്. കുറേ നാളുകൾക്ക് ശേഷം ആദ്യമായിട്ട് തന്നെ എന്ന് പറയാം, ഞാനൊരു ട്രാവൽ വ്ളോഗ് ചെയ്യാനുള്ള പരിശ്രമത്തിലാണ്. ഞാനും മേഴ്സി ആൻറ്റിയും സെൽന ആൻറ്റിയും ഞങ്ങളിപ്പോൾ ഇവിടെ ഉള്ളത് ആംസ്റ്റർഡാമിലാണ്. ആംസ്റ്റർഡാമിൽ ഞങ്ങൾ വെൻസ്ഡേ മിഡ് നൈറ്റിനെത്തി. ഇനി തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ പോവാണ്. ഞങ്ങൾ കുറേ സ്ഥലങ്ങളിൽ പോയി. ടുളിപ്പ് ഫീൽഡ് കാണാൻ പോയി, പിന്നെ വിൻഡ് മിൽസിൻ്റെ അവിടെ പോയി. പിന്നെ ഒരു ദിവസം തുടക്കം ഞങ്ങൾ വാക്കിംഗ് ടൂർ ത്രൂ ദ ജൂയിഷ് മെമ്മോറിയൽ സ്ട്രീറ്റ്സ് ചെയ്തു. ആൻഡ് പിന്നെ കുറേ കുട്ടി സ്ഥലങ്ങൾ കണ്ടു. ഇനി ലാസ്റ്റ് സ്റ്റോപ്പ് ബിഫോർ എയർപോർട്ടാണ് റൈക്ക് മ്യൂസിയം. അപ്പോൾ ഈ എടുത്ത വീഡിയോസ് എല്ലാം കണക്ട് ചെയ്ത് ഒരു ഫുൾ ലെങ്തി ട്രാവൽ വ്ളോഗ് ചെയ്യാനുള്ള പരിശ്രമത്തിലാണ്. ഒബ്വിയസ്ലി ഇത് കണ്ടു തീരാൻ ഇത്തിരി സമയമെടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ കാണണമെന്നൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് വൈപ്പ്. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് എത്തും. എന്തൊക്കെയാണ് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത്, ഫുഡ്, സ്ഥലങ്ങൾ, പിക്ചേഴ്സ്, അതൊക്കെ കാണണമെങ്കിൽ സ്റ്റേ ട്യൂൺഡ്. ഹലോ എവ്രി വൺ, ഞങ്ങളുടെ ആംസ്റ്റർഡാം യാത്ര തുടങ്ങാണ്. ജോലി കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്, അത് കാരണം എല്ലാവരും ഭയങ്കര ടയേർഡാണ്. 8:40 ഫ്ലൈറ്റ്. സോ ഒരു 1 hour ഉണ്ട് ഇനി അല്ലേ. അപ്പം ഞങ്ങൾ തൽക്കാലം ഒന്ന് എനർജി കിട്ടാനായിട്ട് ഇപ്രാവശ്യം ഞങ്ങൾ ബർഗർ കിങ്ങിലാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഒപ്പം ഇവിടെ അപ്പോൾ പിന്നെ കാണാം. This is Captain speaking. My name is Dave Shanks. Together with all crew, I wish you a very warm welcome aboard Airbus A320. The flight deck first officer Kevin Roby and second officer Benjamin Seeberger. We're almost ready. Start of clearance will follow within the next point. We reached here in Amsterdam. Now, waiting for our luggage. So, today is day 1. We are starting our journey. So, here we reached the flower floating market. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര സംഭവം തന്നെയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ലോകത്തിലെ ബിഗ്ഗസ്റ്റ് ഫ്ലോട്ടിംഗ് മാർക്കറ്റാണത്. അതുമ്പോൾ നിൽക്കുമ്പോൾ നമുക്ക് തോന്നില്ല ഇത് വെള്ളത്തിലുള്ളതാണെന്നുള്ളത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നടന്ന് സെൻട്രൽ സ്റ്റേഷൻ വരെ പോയി. അവിടെ നിന്ന് ട്രെയിനും ബസ്സൊക്കെ കയറി ഞങ്ങൾ ടുളിപ്പ് ഫാമിലെത്തി. Hey, this is very beautiful. I didn't expect this much, but look, everywhere we look, it's tulips. Hello, ഞങ്ങൾ അങ്ങനെ തുളിപ്പ് ബാൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. ഇറ്റ്സ് ഔട്ട്സൈഡ് ആംസ്റ്റർഡാം. ഇത്തിരി യാത്ര 1.5 hours ജേർണി ഉണ്ടായിരുന്നു. നല്ല വെതറായിരുന്നു, പക്ഷെ നന്നായി ക്ഷീണിച്ചു. ബട്ട് ഇറ്റ്സ് വെരി നൈസ്. ഇവിടെ 2 പേരും വെട്ടിയിട്ട പന പോലെ കിടക്കുന്നുണ്ട്. പനയാണോ വാഴയാണോ എന്താണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ വെട്ടിയിട്ട സംതിങ് പോലെ അവരവിടെ കിടക്കാണ്. ഞങ്ങൾ തിരിച്ച് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ തന്നെ സെൻട്രൽ സ്റ്റേഷനിലേക്ക് പോവാം. അപ്പോൾ ആക്ച്വലി എല്ലാം വെരി വെൽ കണക്റ്റഡ് ആണ്. കുറേ ഫോട്ടോസൊക്കെ എടുത്തു. മേഴ്സി ആൻറ്റി ആയിരുന്നു ഞങ്ങളുടെ മോഡൽ. അപ്പോൾ പിന്നെ കാണാം.
പിന്നെ തിരിച്ച് മെയിൻ സ്റ്റേഷനിലെത്തിയിട്ട് അവിടുന്ന് ഞങ്ങൾ പോയത് ഫുഡ് ഹാളൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അങ്ങോട്ട് നടന്നു തന്നെ പോയത്. മാക്സിമം ഞങ്ങൾ നടക്കാനാണ് ഉദ്ദേശിച്ചത്, കാരണം ഒത്തിരി ഫുഡും ഡ്രിങ്ക്സൊക്കെ ട്രൈ ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ ബേൺ ചെയ്യണമല്ലോ കാലറീസ്. പ്ലസ് ഒരു രാജ്യത്ത് നമ്മൾ ചെല്ലുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒക്കെ ഏറ്റവും നല്ലത് നമ്മൾ നടന്ന് കാഴ്ചകൾ കണ്ട് പോകുമ്പോഴല്ലേ. ബട്ട് ഫുഡ് കിടുവായിരുന്നു കേട്ടോ. I'm trying holy chicken. It's chicken ചിരിച്ചുകൊണ്ട് മരിച്ച ചിക്കൻ ആണെന്നാണ് സെൽനാൻറ്റി പറഞ്ഞത്. ഹോളി ചിക്കൻ എന്നാണ് ചിക്കൻ സന്തോഷമായിട്ട് മരിക്കുകയാണ്. It is spicy. Chicken is super moist. എന്ത് പറയണോ ഇന്നത്തെ നടത്തത്തിന് ശേഷം? നമ്മൾ കഴിച്ചതൊക്കെ ബേൺ ചെയ്തില്ലേ, നന്നായി നടന്നില്ലേ? സോ ഗായ്സ്, ഇന്ന് ഡേ 2 ആണ്. ഞങ്ങളുടെ ഇന്നത്തെ പ്ലാൻ ഒരു വാക്കിംഗ് ടൂർ, ജൂയിഷ് ക്വാർട്ടിയറിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വാക്കിംഗ് ടൂർ. അത് അന ഫ്രാങ്ക് ഹൗസിൻ്റെ അവിടെ എത്തും. പിന്നെ സ്ട്രാത്ത് മ്യൂസിയം ഉണ്ട്, അവിടെ ഒത്തിരി മോഡേൺ ലൈക്ക് ഗ്രാഫിറ്റി ആർട്സ് അവിടെ ഉണ്ട്, അത് കാണാൻ പോവും. പിന്നെ ഒരു വലിയൊരു മാർക്കറ്റ് ഉണ്ട്, അവിടെ കുറേ ടിപ്പിക്കൽ ഡച്ച് നെതർലാൻഡിൻ്റെ സ്പെഷ്യൽ ഭക്ഷണങ്ങളുണ്ട്, അങ്ങോട്ട് പോകും ട്രൈ ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ ഇവിടെ ആൻറ്റിമാരോട് പ്രോമിസ് ചെയ്തിട്ടുള്ളത്, ഇവിടെ ഒരു കേരള റെസ്റ്റോറൻ്റ് ഉണ്ട്, എന്തോ ഡോട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്, അവിടെ പോവാം എന്നാണ്. പക്ഷെ ഇപ്പോൾ ഒരു ഹെവി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, ഫുഡ് മാർക്കറ്റിൽ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് രാത്രി അവിടെ പോവോ ഇല്ലയോ എന്നുള്ളത് ക്വസ്റ്റ്യൻ മാർക്കാണ്. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ, ഡേ 2. സോ അപ്പോൾ ഞാനിങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. ഞങ്ങളുടെ വാക്കിംഗ് ടൂർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഞങ്ങളവിടെ ജൂയിഷ് മ്യൂസിയത്തിൻ്റെ അവിടെയാണ് ഗൈഡിനെ മീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. മേഴ്സിയാൻ്റെയാണ് ഇന്നത്തെ നാവി. അപ്പോൾ മേഴ്സിയാൻ്റെ ഒരു നല്ല വായ നോക്കിയാണ് എന്ന് ഞാൻ പറയായിരുന്നു, കാരണം ഗൂഗിളിൻ്റെ വായ നോക്കിയിട്ടാണ് ഞങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. ആൻറ്റിമാർ ഓക്കെ അല്ലേ പുറകിൽ? ഓക്കെ. സോ ഇതാണ് അന ഫ്രാങ്ക് ഹൗസ്. ഇവിടെ നല്ല തിരക്കാണ് ഫോട്ടോ എടുക്കാനായിട്ട്, കാരണം പക്ഷെ ഇത്തിരി നേരം വെയിറ്റ് ചെയ്തെന്ന് ഒരു പട്ടികുറുക്കനും ഉണ്ടാവില്ല. പക്ഷെ പിന്നെ നമുക്ക് ഇത്തിരി ധൈര്യം വേണം ഇങ്ങനെ നിൽക്കാനായിട്ട്. അവിടെ കുറേ ആൾക്കാർ നമ്മളെ നോക്കി നിൽക്കുന്നുണ്ടാവും, പക്ഷെ അതൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യാം. പക്ഷേ ഈ ഇതിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് ഈ അന ഫ്രാങ്ക് ഹൗസ് എന്ന് പറയുന്നുണ്ട്, പക്ഷെ ഇത് അവരുടെ ഫാക്ടറി ആയിരുന്നു. This is real, guys. It's the real picture, and this building is still here. Oh, there's the cars. Let's come a little bit closer so I can point it out. Guys, our friend Anna, she's around here, but I must warn you guys that it's a trap. Does any of you want to try to figure out which one she is, or you don't feel like a trap this morning? Nope. I did say it was a trap, didn't I? The reason why I said it was a trap is because there's 2 Annas, and it's none of them, because her name was not Anna. Her name was Annelies, almost. And people then called her Anne as a short in Dutch, and we always translate that to Anna, but that's her here, okay? Annelies Marie Frank, actually, born on 12th June 1929, you remember? Murdered at 15 years of age. Maybe you guys want to have a picture of the guy. Rembrandt van Rijn, used to live. And now you can imagine, it's quite a luxurious home for the 17th century, is it not? So Rembrandt lived in there, first of all, because of food, of course, and second of all, because of this. I don't know whether any of you guys... Here lived Baden van Vest, born in 1882, deported in 1942 from Westerbork and murdered the 28th of September of 1942 in Auschwitz. Then Baden, Sarah, Levi, Lenche, Alida, Esther and Anna van Vest. That's a family of 7. These homes, place... സെക്കൻഡ് വേൾഡ് വാർ അത് ഒരു ഭയങ്കര ഓർക്കാൻ ഒട്ടും ആഗ്രഹിക്കാത്ത കാര്യങ്ങളിലൊന്നാണ്. എസ്പെഷ്യലി യൂറോപ്പിൽ താമസിച്ചിരുന്ന പ്രത്യേകിച്ച് വയസ്സായ ആൾക്കാർക്ക് എന്നൊക്കെ പറയുന്നത് ഒരു ഹൊറിബിൾ ആയിട്ടുള്ള
ടൈമായിരുന്നു. ഒബ്വിയസ്ലി വാർ ഈസ് നെവർ ഗുഡ്. പക്ഷേ അങ്ങനെ വേൾഡ് വാർ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഇവിടെ എല്ലാവരും ഇവിടെ താമസിച്ചിരുന്ന ബാക്കിയുള്ള ആൾക്കാർ ബാക്കി ജീവനോടിരുന്ന ആൾക്കാർ ഇവിടെ സെലിബ്രേഷനായിട്ട് വന്നു. ഒരു എന്താ പറയുക, ഇത് കഴിഞ്ഞല്ലോ എന്നുള്ള സമാധാനത്തിൽ അവരത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഈ മെയിൻ സ്ക്വയറിൽ വന്നിരുന്നു. പക്ഷേ വാട്ട് ഹാപ്പൻഡ് ഈസ്, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ H&Mൻ്റെ മുകളിലുള്ളതാണ് നാസി ഓഫീസേഴ്സിൻ്റെ ഓഫീസായിരുന്നു. ആൻഡ് ഇത് ഇവിടെ കുറേ അവരുടെ സോൾജേഴ്സ് ഉണ്ടായിരുന്നു. ആൻഡ് ദേ ഓൾ കെയിം ആൻഡ് ദേ ലിറ്ററലി അത് സെലിബ്രേറ്റ് ചെയ്യാൻ വന്ന ആൾക്കാരെ ഷൂട്ട് ചെയ്തു, മെഷീൻ ഗൺസും പിസ്റ്റളൊക്കെ വെച്ചിട്ട്. ആൻഡ് ദെൻ ദർ വാസ് ഈവൻ എ സ്മോൾ ചൈൽഡ് ഉണ്ടായിരുന്നു. ഒരാൾ ആ കൊച്ചിനെ വന്ന് രക്ഷിച്ചു. അങ്ങനെ ഈ റെസിസ്റ്റൻസ് മൂവിൻ്റെ ആൾക്കാർ, അതിനെതിർത്ത് ഈ സെക്കൻഡ് വേൾഡ് ഈ ഹിറ്റ്ലറിൻ്റെ ഇതിനെതിർത്ത ആൾക്കാരുടെ സോൾജേഴ്സിൻ്റെ പേരുകൾ നമ്മൾ ഇവിടെ വന്ന് നടക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഇവിടെ കാണാം. യുനോ, സോ ദാറ്റ് ഈസ് ലൈക്ക് എ നൈസ് തിങ് അബൌട്ട് ആംസ്റ്റർഡാം. അവരിങ്ങനെ കുറേ വലിയ രീതിയിലൊന്നും ഒന്നും എഴുതി ഒട്ടിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അവരുടെ എവറി ഡേ ലൈഫിൽ നമുക്ക് ഓരോ കുട്ടി കുട്ടി കാര്യങ്ങൾ കാണും. അതേപോലെ ഇവിടെ വന്ന് നമ്മൾ നോക്കുമ്പോൾ ട്രാം 2, 3, 4, 5, 6 അങ്ങനെയൊക്കെ കാണും. പക്ഷെ 7 കഴിഞ്ഞ് 8 കാണില്ലേ, ബിക്കോസ് 8ലാണ് ട്രാം നമ്പർ 8ലാണ് പണ്ട് ജൂയിഷ് ആൾക്കാരെ കോൺസെൻട്രേഷൻ ഇതിലേക്ക് കൊണ്ടുപോയിരുന്നത്. ഐ മീൻ ആ പോണ വഴിയുടെ ആദ്യത്തെ സ്റ്റെപ്പായിരുന്നു ട്രാം 8ൽ കയറി ഒരു എന്താ പറയുക ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുക. പിന്നെ അവിടെ നിന്നാണ് കോൺസെൻട്രേഷൻ ഇതിലേക്ക് പോയിരുന്നത്. അപ്പോൾ അതാണ് ഇവിടുത്തെ കഥ. അപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയാണ്. നോക്കി ഇന്നിപ്പോൾ ഈ ബിൽഡിങ് ഇപ്പോഴും കൂടി ഉണ്ട്. പക്ഷേ ഇറ്റ്സ് യൂസ്ഡ് ബൈ H&M. സോ ഫ്രം ഫാസിസം നിന്ന് ഫാസ്റ്റ് ഫാഷനിലേക്ക് വന്നു. ഇതാണ് ഇവർ രണ്ടുപേരും എൻ്റെ വീഡിയോ എടുക്കുന്ന സ്കിൽ കണ്ട് ബോറടിച്ച് നിൽക്കുകയാണ്. ഇവർക്ക് നല്ല തണുപ്പുണ്ട്. അങ്ങനെ തണുപ്പൊന്നുമില്ല, 18 degrees ഉണ്ട്. പക്ഷെ അവർ പ്രായമായില്ലേ, അത് കാരണം അവർ വിഷമിച്ചിരിക്കുകയാണ്. ഞങ്ങളൊരു 2 hour വാക്കിംഗ് ടൂർ കഴിഞ്ഞ് ഇനി ഞങ്ങൾ ഫുഡ് മാർക്കറ്റിലേക്ക് പോവാണ്. അപ്പം പിന്നെ കാണാം. അങ്ങനെ 2 hour വാക്കിംഗ് ടൂർ കഴിഞ്ഞ് നടന്ന് തന്നെ ഞങ്ങൾ പോകണത് ആൽബർട്ട് കൊയ്പ് മാർക്കറ്റിലാണ്. അവിടെ ഒത്തിരി ഫുഡ് സ്റ്റാൻഡ് ഉണ്ട്. അതിലൊന്നാണ് ഈ സ്ട്രോപ്പ് വാഫിൾ. ഇത് 3rd or 4th generation ഫാമിലി ഓൺ ബിസിനസ്സാണ്. വേറൊന്നുമല്ല, നമ്മുടെ വാഫിളിൻ്റെ അകത്ത് അവർ കാരമൽ വെച്ച് തരും. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് കോട്ടിങ് ചെയ്യാം. ഇതിൻ്റെ വേറെ കുറേ വെൻഡേഴ്സും സിറ്റി സെൻറ്ററിൻ്റെ അകത്ത് ഇത് നമുക്ക് കിട്ടും, ഇത്തിരി കൂടി ഫാൻസിയർ വേർഷനായിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമബിളായിട്ട്. പക്ഷേ ദിസ് ഈസ് ദ ഒറിജിനൽ. സോ ഞങ്ങൾ ഇവിടുത്തെ സ്ട്രോപ്പ് വാഫിൾ വാങ്ങി. ഇറ്റ്സ് വെരി നൈസ്. ഞങ്ങളിവിടെ മാർക്കറ്റിൽ വന്നിട്ട് ഇവിടുന്ന് വാങ്ങിക്കാണ്. വെരി ഒറിജിനൽ. അത് കഴിക്കാൻ പോവാണ്. So good. സോ ഗായ്സ്, ഞങ്ങൾ ആംസ്റ്റർഡാമിൻ്റെ ഇതെന്തോ ഒരു മീനാണ്, ഹാറിങ്ങിൻ്റെ അയില മത്തി ചാലക്കുല അയില. ഇത് ഫ്രൈഡ്. ഞങ്ങൾ മിടുക്കി മെഴ്സേൻ്റെയാണ്. മെഴ്സേൻ്റെ എന്ത് പറയണോ, എല്ലാം ട്രൈ ചെയ്യാം. ആണ്, എല്ലാം തരം ഫുഡും. ഞാൻ സന്തോഷമാണ് അതില്. സെൽനാൻഡിയാ എനിക്കെല്ലാ മീനും പറ്റത് പച്ച മീനാണ്. എനിക്കിതാ ഇഷ്ടം. ഇനി മീൻ എന്തായാലും അത് ഡീപ്പ് ഫ്രൈ ആയി കഴിഞ്ഞ് എങ്ങനെ ഇരിക്കും. അത് ഞങ്ങളെല്ലാവരും ഗാർലിക് സോസിൽ മുക്കി കഴിക്കുകയാണ്. ഞങ്ങളെല്ലാം കുട്ടി കുട്ടി പോർഷൻ എടുത്തത്, കാരണം കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്യണമല്ലോ. അയ്യോ, പിന്നെ അവിടെ നിന്ന് ഞങ്ങളൊരു ഓട്ടപ്രദക്ഷിണമായിരുന്നു. ഇപ്രാവശ്യം നടന്നല്ല, പബ്ലിക് ട്രാൻസ്പോർട്ട് തന്നെ എടുത്ത് ഞങ്ങൾ സ്ട്രാത്ത് മ്യൂസിയത്തിലാണ് അടുത്തതായി പോയത്. ഹോ, അതൊരു ലോകം തന്നെയാണ് കേട്ടോ. എന്തായാലും കാണേണ്ട ഒരു സ്ഥലമാണ്. ഹിയർ വി ആർ അറ്റ് ഞങ്ങൾ സ്ട്രാത്ത് മ്യൂസിയത്തിൽ വന്നിക്കാണ്. ഗ്രാഫിറ്റി ആർട്ടിൻ്റെ ഒരു ഭയങ്കര നല്ല ഒരു മ്യൂസിയമാണ്. കുറേ നല്ല പെയിൻറ്റിങ്സ് ഉണ്ട്. ഞാൻ എൻ്റെ ക്ലിപ്പുകളായി എടുത്ത് അടിയിലിടാം. ഈവൻ മെയ്സാൻ്റെയും സെൽനാൻ്റെയും, ഫോർ ദാം ഇറ്റ് വാസ് ഓൾസോ വെരി ഇൻട്രസ്റ്റിംഗ്. സോ ഇങ്ങോട്ട് വരുന്നവർ എന്തായാലും
ഇവിടെ വന്ന് കാണണം. ഇറ്റ്സ് റിയലി നൈസ് പ്ലേസ് ആണ്. ലോഡ് ഓഫ് നൈസ് ആർട്ട് വർക്ക് ഇവിടെ ഉണ്ട്. അടിപൊളിയാണ്. എന്തായാലും കാണണം കേട്ടോ. കാര്യങ്ങളൊക്കെ ചെയ്തു. Now we are going to an Indian Kerala restaurant. Wow, I'm excited. എന്തായിരിക്കും ഫുഡ് എന്നറിയാൻ. Okay. So guys, ഞാൻ കടൽ കുടിച്ചിട്ടില്ല നാട്ടിൽ. പക്ഷേ ഐ ഓൾവേസ് വാണ്ടഡ്. എല്ലാ പ്രാവശ്യം വെക്കേഷന് പോകുമ്പോൾ ചോദിക്കും. ലാസ്റ്റ് ടൈം ഞാൻ പോയത് 10 years ago ആണ്. ഇതുവരെ കിട്ടിയിട്ടില്ല. സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് ടൈം ഐ ഗോട്ട് ദ ചാൻസ് കുടിക്കാനായിട്ട്. സോ ഇറ്റ് ടേസ്റ്റ് ഗുഡ്. പക്ഷേ എനിക്കത് ജഡ്ജ് ചെയ്യാറില്ല. ഞാൻ മേഴ്സേൻ്റെയോട് ചോദിക്കാണ്. സോ മേഴ്സേൻ്റി എന്ത് പറയണു? നാടൻ കള്ള് പോലെയാണോ? നാടൻ കള്ളിൻ്റെ ടേസ്റ്റ് തന്നെയില്ല. അടിപൊളി. ഗൈസ്, സ്റ്റാർട്ടർ വന്നു. അതാണ് ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ. നല്ല മണമുണ്ട് കേട്ടോ. ഗൈസ്, ഇതാണ് എന്താ പറഞ്ഞ ചിക്കൻ ഫ്രൈ അല്ലേ? ക്രിസ്പി ചിക്കൻ. നല്ല ചൂടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. ചിക്കനും ഉണ്ട്, നല്ല മോയിസ്റ്റ് ആയിട്ടുണ്ട്. സോ ഗൈസ്, എൻ്റെ ബീഫ് വന്നു, പൊറോട്ട വന്നു, സെൽനാൻറ്റിയുടെ ചിക്കൻ സ്റ്റൂ അല്ലേ? പിന്നെ കുറുമ അല്ല, ഇത് സ്റ്റൂ ആണ് വിത്ത് വെജിറ്റബിളൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, എന്നാൽ ചിക്കൻ കുറുമ വന്നു, തടിയൻ റൈസ് വന്നു, മേഴ്സിയാൻറ്റിയുടെ ബീഫ് വന്നു. വി ആർ വെയിറ്റിംഗ് ഫോർ ഹർ കള്ളപ്പം. ഓ, ദിസ് ലുക്സ് സോ ഗുഡ്. എനിക്ക് കൊതി വരുന്നുണ്ട്. സോ ഐ കനോട്ട് വെയിറ്റ് മേഴ്സിയാൻറ്റിയുടെ കള്ളപ്പം വരാൻ. സോ ഞാൻ ഇതിൽ നിന്ന് ഒരെണ്ണെടുത്തു. മേഴ്സിയാൻറ്റിയും സെൽനാൻറ്റിയും ഒക്കെ പറയുന്നുണ്ട് പ്ലേറ്റ് കൊണ്ടുവരട്ടെ എന്ന്. പക്ഷേ ഐ സ്റ്റാർട്ടഡ് മൈ ഫൈറ്റ് വിത്ത് മൈ പൊറോട്ട ആൻഡ് ഐ കാനോട്ട് വെയിറ്റ്. ഞാൻ എടുക്കുകയാണ്. അയ്യോ, ഇങ്ങോട്ട് വായോ. അയ്യോ, വായിൽ വെള്ളം വരുന്നു. ഓ,
അയ്യോ ഫൈന നല്ല ഫൈനാ. ഓഫ് കോഴ്സ് നിങ്ങൾ നാട്ടിൽ പോയി കഴിക്കുന്ന ഫീൽ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇത് തരും വെരി ഗുഡ്. സോ ഗൈസ് കണ്ട, ഇതാണ് ബീഫ്, അതിൻ്റെ ഉള്ളിൽ പൊറോട്ട കഴിക്കാണ്. നല്ല സോഫ്റ്റായ ബീഫ് ഇഷ്ടമായി. സോ ഗൈസ് കുറച്ച് നേരങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഇതെല്ലാം കഴിച്ചു തീർത്തു. പക്ഷെ എൻ്റെ പ്ലേറ്റ് കാണണം. ഇതിൽ ഇത്തിരി നേരം മുമ്പ് ബീഫ് കറി ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാൻ തന്നെ പറ്റുമോ? ഇല്ലല്ലോ. ഗൈസ് ഞങ്ങൾ കരുതി ഭക്ഷണം നിർത്തിയെന്ന്, പക്ഷെ നിർത്തിയിട്ടില്ല. ഞങ്ങൾ ഇനി ഒരു പായസം കൂടിയും കഴിക്കുന്നുണ്ട്. ലൈക്ക് എല്ലാവരും കൂടി ഒരു പായസം ഷെയർ ചെയ്യുന്നുണ്ട്. മേഴ്സി ആൻറ്റി ജിഞ്ചർ ടീ, ഇഞ്ചി കടിച്ച പോലെ ഇരിക്കുകയാണ് മേഴ്സി ആൻറ്റി ഇപ്പോൾ. ഗൈസ് പായസം വന്നു. ഐ എം ട്രൈങ്. എന്താ എന്ത് പായസമൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ ട്രൈ ചെയ്യാണ്. സോ ഗൈസ് നല്ല പായസമാണ്. ഓണത്തിന് അടപ്രഥമൻ പായസം. വെരി ഗുഡ്. ഞാൻ ഒരു സ്പൂണും കൂടി കഴിക്കാം. ഭയങ്കര സന്തോഷം. ഭക്ഷണം കഴിച്ച് ആനന്ദാശ്രുക്കള് അല്ല, ആനന്ദവൃതി. ഭക്ഷണം കഴിച്ച് ഭയങ്കര സന്തോഷം. മലയാളം ഒന്നും അറിയില്ല. സോ ഇറ്റ്സ് ഗുഡ്. സോ ഞങ്ങളുടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ചോറുണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം വെള്ളിയാഴ്ച അല്ല, ബുധനാഴ്ച തൊട്ട് ചോറ് കഴിക്കാത്തതാണ്. വ്യാഴം വെള്ളി ശനി ഇന്ന് വെള്ളി ചോറ്. ബാക്കിയുള്ളതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പായസം നന്നായിരുന്നു. കോഴി അടപ്രഥമൻ പായസം, ക്രിസ്പി ചിക്കൻ, ബീഫ്, പിന്നെ സ്റ്റൂ, ചോറ്, അടിപൊളി. ഓക്കെ. ഇനി മേഴ്സാൻറ്റി നല്ല ഫുഡായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇച്ചിരി ഹെവി ആയോ എന്നൊരു സംശയമുണ്ട്. അത് നമ്മൾ പ്രായമനുസരിച്ച് കഴിക്കണം. ഇച്ചിരി ഹെവി. All in all good. You're literally staying in the city center. ഇത് റംബ്രാൻ സ്ക്വയർ എന്ന് പറയും. ഹോട്ടൽ അവിടെയാണ് NH. ആൻഡ് ഇറ്റ്സ് ലൈക്ക് വെരി ഹാപ്പനിങ് പ്ലേസ്. കുറേ പബ്സ്, കുറേ റെസ്റ്റോറൻറ്റ്സ് അതൊക്കെ ഉണ്ട്. Then of course there is this coffee shop next to the hotel. So, but it's a very nice area. അങ്ങനെ ഡേ 2 ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഹലോ എവ്രിവൺ, ഞങ്ങളുടെ ഡേ 3 സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്നത്തെ ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വിൻഡ് മില്ലിൻ്റെ സ്ഥലത്തേക്ക് പോവും. പിന്നെ ഹൈനക്കൻ ബിയറിൻ്റെ എക്സ്പീരിയൻസ്. ഇന്നലത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. ഉറങ്ങി എഴുന്നേറ്റില്ലേ ശരിക്കും? വെരി ഗുഡ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ 20,000 സ്റ്റെപ്സിനുള്ള അധ്വാനം തുടങ്ങുകയാണ്. ഞങ്ങളിവിടെ മ്യൂസിയത്തിൻ്റെ അവിടെ എത്തി. ഒരു 39 മിനിറ്റ്സിൻ്റെ ഡ്രൈവായിരുന്നു. സോ എല്ലാവരും ബസ്സിലിരുന്ന് ഉറങ്ങി ആക്ച്വലി. പക്ഷേ ഇപ്പോൾ ഉറക്കക്ഷീണമൊക്കെ മാറ്റി ഞങ്ങൾ മ്യൂസിയത്തിൻ്റെ എൻട്രൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യം ഞങ്ങൾ വാങ്ങിയത് സാൻസ് മ്യൂസിയം കാർഡ് എന്ന് പറഞ്ഞത്. കാരണം ഈ കോംപ്ലക്സിൻ്റെ അകത്ത് ഒത്തിരി കുട്ടി കുട്ടി മ്യൂസിയംസ് ഉണ്ട്. ഇൻഡസ്ട്രിയൽ മ്യൂസിയം, ചോക്ലേറ്റ് ആൻഡ് ബിസ്ക്കറ്റ് ഫാക്ടറി, ചീസ് മ്യൂസിയം, വിൻഡ് മില്ല് കയറാനുള്ളത്, പിന്നെ അവരുടെ ഫേമസ് ആയ വുഡൻ ഷൂവിൻ്റെ വർക്ക്ഷോപ്പ്. അവിടെ എല്ലാം ഈ ഒരു ടിക്കറ്റ് കൊണ്ട് നമുക്ക് കയറാം.
സോ ഇൻഡസ്ട്രിയൽ മ്യൂസിയം കഴിഞ്ഞു. ലേൺഡ് എ ലോട്ട്. കുറേ കാര്യങ്ങൾ കേട്ടു. അത് കഴിഞ്ഞ് അതിൻ്റെ അവസാനം നമ്മളിങ്ങനെ ഒരു സാധനം തുന്നിയെടുത്തു. ഇനിയിപ്പോൾ നമ്മൾ ചോക്ലേറ്റ് മ്യൂസിയത്തിലാണ്. ഐ മീൻ സ്യൂറിക്കിൽ പോയിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. വാവ്, ഒബ്വിയസ്ലി ഫ്രീ ടേസ്റ്റിംഗ് ഉണ്ട്, അത് നല്ല കാര്യമാണ്. ബാക്കി വെൽ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ടൂർ. So chocolate factory, chocolate museum കഴിഞ്ഞു. if you have been to Lane Chocolate Museum, കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഇവിടെ വരുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും തോന്നില്ലേ. അപ്പോൾ സോ ഇറ്റ് ഈസ് നോട്ട് അത്ര റെക്കമെൻഡ്. അവസാനം നമുക്ക് ഒരു ബിസ്ക്കറ്റാണ് ട്രൈ ചെയ്യാൻ തരുന്നത്. സോ അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ബിക്കോസ് ഞാൻ ലിൻഡ് ചോക്ലേറ്റ് മ്യൂസിയത്തിൽ പോയിട്ടുള്ള കാരണം, ലിൻഡ് ഫാക്ടറി പോയിട്ടുള്ള കാരണം. ഇന്ന് ഞങ്ങൾ ക്യൂവിൽ നിന്ന് ഒരു ഇതായി. ഞാൻ ഇതുവരെ ഒരു സ്ഥലത്തും പോയിട്ട് ഇത്രയ്ക്ക് ക്യൂവിൽ വെയിറ്റ് ചെയ്തിട്ടില്ല. ഇഫ് ഐ വുഡ് ഡു ഇറ്റ് അഗൈൻ, നോ ഐ വോണ്ട്. ബട്ട് ഐ തിങ്ക് ഇതെല്ലാം ഒത്തിരി ഇതായി തോന്നുന്നു, ടൂറിസ്റ്റ് ആയി. നമ്മുടെ പോലെയുള്ള ആൾക്കാർ വന്ന് ഒത്തിരി ക്രൗഡഡ് ആയി. സോ അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ മുകളിലെത്തി. ഇറ്റ് ഈസ് എ ബിറ്റ് സ്കാരി ആണ്. അങ്ങനെ ഹൈറ്റ് പേടിയുള്ളവർക്ക് ഇങ്ങോട്ട് എത്തിക്കഴിയുമ്പോൾ ഒരു വിഷമം തോന്നാം. പക്ഷെ എന്നാലും ആ വ്യൂ വേർത്താണ്. ഇവിടെ വന്ന് നമ്മളിങ്ങനെ രണ്ടെണ്ണത്തിന് മുകളിൽ കൂടെ ഇങ്ങനെ നടന്നാൽ മതി. അപ്പോൾ ഇത്ര നേരം വെയിറ്റ് ചെയ്തത് ഈസ് ഗുഡ് എന്ന് പറയാം. ഇറ്റ്സ് റിയലി നൈസ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇതെന്ത് വലുതാണ് കണ്ടോ. ആൻഡ് I was not kidding, but look at the queue and ആൾക്കാരിനെ കണ്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇത് ചൈഗാന്തിക്കാണ്. Just it's nice and easy to cut and carve. In the old days, this would have all been done by hand, using this large knife here to carve the outside shape from the log, and in various different sizes of spoon scoops to hollow out the inside. Drill. There we have one clog. Now, it's not quite finished just yet though, as I was saying earlier. സോ ഞങ്ങൾ ഈ വിൻഡ് മിൽ ടൂറൊക്കെ കഴിഞ്ഞ് എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പം ഞങ്ങൾ ടയേർഡാണ്. ഓൾമോസ്റ്റ് 1 o'clock ആവാറായി. ഞങ്ങൾ തിരിച്ച് സിറ്റി സെൻറ്ററിലേക്ക് പോവാണ്. പ്ലാൻ ഈസ് ഡച്ച് ഫുഡ് കഴിക്കാനാണ്. നോക്കാൻ പറ്റില്ലെന്ന്.
So now we made it to this Dutch cuisine, but as usual നമ്മൾ ഓർഡർ ഒന്നും ചെയ്തില്ല. So we are waiting for a table and പക്ഷെ നമ്മൾ ഓൾറെഡി എന്തൊക്കെ കഴിക്കണ്ടേന്നുള്ളത് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. So looking forward and we are waiting. So ഇതാണ് മേഴ്സി ആൻറ്റിയുടെ ബർഗർ, ഇത് ഫ്രൈസ്, അതെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ കട്ടു. ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള മീറ്റ് ബോൾ with mashed potato and broccoli, and this is the famous sauce. I changed for you. Well, you don't want meatball? No, I was just filming. Oh, TikTok, Instagram, okay. Reels. Lady. Put ketchup, no mayo. And then ഇതാണ് എൻ്റെ sausage with meatball, അല്ല വിത്ത് ഒരു സോസ്. അത് സ്ലോ കുക്ക് ചെയ്തിട്ടുള്ള ഒരു ബീഫിൻ്റെ ഒരു സോസാണ്. മാഷ്ഡ് പൊട്ടാറ്റോ വിത്ത് സ്പിനാച്ച് ഇൻ ഇറ്റ് ആൻഡ് ഒരു എഗ്. സോ ഞാനിതിൽ ഒരു സോസേജും ഏറ്റവും നല്ല രസമുണ്ട്. നല്ല സോസ്, നല്ല സ്മോക്കി സോസേജ് ആണ്, ഫ്ലേവർഫുൾ. ഞാൻ സെൻലാൻഡിൽ നിന്ന് ഇത്തിരി മീറ്റ് ബോൾ എടുത്ത് നോക്കാണ്. അതും ഇത്തിരി പൊട്ടാറ്റോ സോസുമായിട്ട്. വെരി ഗുഡ് ആണ്. കാണാൻ നല്ല രസമുണ്ട്. പിങ്ക് ബർഗറാണ്. ഞാൻ ഈ സാധനം ഇല്ലായിരുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് എടുത്തേനെ. പക്ഷെ നമ്മളൊരു സ്പെഷ്യൽ ആയിട്ടുള്ള സാധനം ട്രൈ ചെയ്യുന്നത്. സോ എങ്ങനെയുണ്ട് മേഴ്സിൻ്റെ ഒരു ബർഗർ? സാക്കോട്ട് സെൻലാൻഡിയ. ഞങ്ങൾ തമാശ പറയല്ല, സേർ ഫൈനായിരുന്നു. മക്കളെ എന്താ പറയാ, ഒരു അംഗം തീർത്തു. ഒരു അംഗം വെട്ട് കഴിഞ്ഞ് ഞങ്ങളുടെ വാളും പരിചയം വെച്ച് ഞങ്ങളെ കീഴടങ്ങിയിരിക്കുകയാണ്. മേഴ്സിൻ്റെ ഇനി ഒരു ചെറിയ രീതിയിൽ ഫൈറ്റിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ തീരില്ല. ഇത്രയ്ക്കേ പറ്റുള്ളൂ ഞങ്ങൾക്ക് മാക്സിമം. പക്ഷെ ഭക്ഷണം വളരെ നല്ലതായിരുന്നു. ഇതിലത്തെ ആൾക്കാരും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. സോ കുറേ നടന്ന് ക്ഷീണിച്ചു. അപ്പോൾ ഞങ്ങൾ ഒരു ഫുഡ് മസാജിന് കയറി. അപ്പോൾ ഞങ്ങളിങ്ങനെ ഫുഡ് മസാജ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് കാരണം ഇത്തിരി നേരം റിലാക്സേഷൻ, അത് കഴിഞ്ഞ് വീണ്ടും നടത്തം തുടങ്ങുന്നതാണ്. സോ ഞങ്ങളങ്ങനെ ഹൈനക്കൻ എക്സ്പീരിയൻസിന് പോവാണ്. ഞങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടിലാണ് പോണത്. ഇറ്റ്സ് വെരി ക്വൈറ്റ് ഗുഡ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ. So packed, all of humans, കുറേ മനുഷ്യന്മാരാണ്. I really enjoyed. Of course, at the end, നമുക്ക് ഇതൊക്കെ ട്രൈ ചെയ്യാം. If you like that, obviously. But കണ്ടി കാണാം. But if you have been to other breweries, ഇതിലങ്ങനെ അത്ര മാത്രമൊന്നുമില്ല. But yeah, if you are a beer lover, definitely പോയിക്കോളൂ. And then at the end you can personalize ഒരു ബോട്ടിൽ
ഓഫ് കോഴ്സ് ഐ ഡിഡ് ഇറ്റ് വിത്ത് പെറ്റ്സിലീഷ്യസ്. എന്തായാലും ഇവിടം വരെ എത്തിയില്ലേ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ആ ലൈക്ക് ബട്ടണൊന്ന് ക്ലിക്ക് ചെയ്യും. സോ ഗൈസ്, ഞങ്ങളങ്ങനെ മേഴ്സാൻഡിയുടെ ക്രൂസിന് ഞങ്ങൾ പോയോണ്ടിരിക്കുകയാണ്. എന്തൊക്കെ കാണാം, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. മേഴ്സാൻഡി, ആർ യു എക്സൈറ്റഡ്? മേഴ്സാൻഡിയുടെ ക്രൂസിന് പോകുമ്പോൾ എന്ത് തോന്നണം? ഒന്നും അറിയില്ല. അങ്ങനെ ഡേ 3 ഇവിടെ തീരാണ്. അപ്പോൾ എന്ത് പറയണു, നമ്മുടെ ഈ യാത്ര അവസാനിക്കുമ്പോൾ നമ്മുടെ ഹോട്ടലിൽ നിന്ന് പോകുമ്പോൾ റെംബ്രാൻഡ് ചേട്ടൻ്റെ വീട്ടിൻ്റെ നിന്ന് പോകുമ്പോൾ എന്ത് തോന്നുന്നു? ഒരു വിഷമം ആ, സീനിയർ കഴിഞ്ഞപ്പോ നിങ്ങളാണ് സെനിയോറ്. സീനിയർ ഇനി കൊറേ പഠിക്കാനുണ്ട്. അടുത്ത വെക്കേഷനിൽ ഞാൻ നിങ്ങളുടെ പുറകെ വരും, നിങ്ങൾ പ്ലാൻ ചെയ്യും. ഓ താങ്ക് യു. താങ്ക് യു. പക്ഷി പറഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം വെക്കേഷൻ വരണ്ടോന്ന്. അങ്ങനെ എയർപോർട്ടിൽ പോണേക്കാട്ടും മുമ്പത്തെ ലാസ്റ്റ് സ്റ്റോപ്പായി ഞങ്ങൾ ഓടിപ്പിടിച്ച് പോയത് റൈക്സ് മ്യൂസിയത്തിലാണ്. റൈക്സ് മ്യൂസിയം നാഷണൽ മ്യൂസിയം ഓഫ് നെതർലാൻഡ്സ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഡെഡിക്കേറ്റഡ് ടു ഡച്ച് ആർട്ട് ആൻഡ് ഹിസ്റ്ററി. ഇവിടെ നമുക്ക് 17th സെഞ്ച്വറി തൊട്ട് 21st സെഞ്ച്വറി വരെയുള്ള കാര്യങ്ങൾ കാണാം. ഇവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡിൻ്റെ വേൾഡ് ഫേമസ് പെയിൻറ്റിങ് നൈറ്റ് വാച്ചാണ്. അതാണ് ഇവിടെ വരുന്ന മിക്കവരുടെയും കാണാനുള്ള ഫോക്കസ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ വരാണെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം തന്നെ 2nd ഫ്ലോറിൽ പോയിട്ട് ആ ഡോർ തുറന്ന് പുറകോട്ട് ഒരൊറ്റ ഓട്ടം വെച്ച് കൊടുക്കണം. അപ്പോൾ അവിടെ കാണാം നമുക്ക് റെംബ്രാൻഡ്. കാരണം സമയം കഴിയും തോറും അവിടെ അത്രയ്ക്കധികം മനുഷ്യന്മാർ വന്ന് കൂടും. സോ ടു ഹാവ് എ ബെസ്റ്റ് വ്യൂ, ഗോ ദെയർ ഏർലി ആൻഡ് എൻജോയ് എല്ലാ ആർട്ട് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് ഒരു പീസ്ഫുള്ളായ സറൗണ്ടിങ്ങിൽ. ഫാൻ ഗോഹിൻ്റെയും വരെ പിക്ചേഴ്സ് അവിടെയുണ്ട്. ഇങ്ങനൊരു കാര്യം കഷ്ടമാണ് കേട്ടോ. ഇപ്പം എല്ലാവരും ഫാൻ ഗോഹ് എന്ന് പറയും. പക്ഷെ ജീവിച്ചിരുന്ന കാലത്ത് ഒരു പെന്നി പോലും ഇല്ലാതെ ദരിദ്രനായി ജീവിച്ച് മരിച്ച ഒരാളാണ്. മരണശേഷമാണ് ഇയാളുടെ വർക്കൊക്കെ വേൾഡ് ഫേമസ് ആയി തീർന്നത്. അവിടെ നിന്ന് ഞങ്ങൾ പെട്ടിയൊക്കെ എടുത്ത് വേഗം എയർപോർട്ടിൽ ചെന്ന് വളരെയധികം വിശപ്പുള്ള കാരണം ബർഗർ കിങ് കയറി. അപ്പോഴാണ് ജീവിതത്തിൽ ഇതുവരെ കാണാത്ത അത്രയും വലിയൊരു വെയിറ്റിംഗ് നമ്പർ നമുക്ക് കിട്ടണത്. എന്താന്നേ, യു സ്റ്റേഡ് ഹിയർ ആൻഡ് വാച്ച്ഡ് അപ് ടു എന്താ പറയുക, അവസാനം വരെ കണ്ടു. താങ്ക് യു സോ മച്ച് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ എന്താ പറയുക, അടുത്ത വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ടാറ്റ, ബൈ ബൈ, സി യു. പിന്നെ ഞങ്ങളുടെ അടുത്ത ട്രിപ്പ് എങ്ങോട്ടാണെന്നറിയോ? കമൻറ്റ് ബിലോ. Once again, thank you for watching.